വലിയ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ കേരളം നിയമത്തേക്ക് ഉറ്റുനോക്കും, അതിൽ ഒരു തർക്കവുമില്ല. അവിടെ BJP അക്കൗണ്ട് തുറക്കുമോ എന്നതിലാണ് ഉദ്വേഗം. ലോക്സഭാ തദ്ദേശ കണക്ക് ആത്മവിശ്വാസത്തിലാണ്. ഒരു നിയമം മിഷൻ ആണ് BJP അവിടെ പ്രവർത്തിപ്പിക്കുന്നത്. നിയമം എടുക്കുമെന്ന BJP ആത്മവിശ്വാസം മണ്ഡല മനസ്സോ പിന്തുണയോ ഉള്ളതുകൊണ്ടാണോ? അവിടുത്തെ പൾസ് എന്താണു? ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് നിയമം. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം അത് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്. മാത്രമല്ല സംസ്ഥാനത്ത് ആദ്യമായി BJP ഒരു അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ്. പിന്നീട് പൂട്ടിച്ച ഒരു മണ്ഡലം കൂടെയാണ്. മണ്ഡലത്തിൽ കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മന്ത്രി വി ശിവൻകുട്ടി മത്സരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു. കവടിയാറിലെ നിലവിലെ കൗൺസിലറും അല്ലെങ്കിൽ നേരത്തെ അരുവിക്കര MLA ആയിരുന്ന ശബരിനാഥൻ അവിടെ കോൺഗ്രസിന് വേണ്ടി UDF-ന് വേണ്ടിയും അവിടേക്ക് വരുന്നു. അവിടെ ഞാൻ പറഞ്ഞത് ശക്തമായ മത്സരം എന്ന് പറയുമ്പോൾ ത്രികോണം എന്നുള്ള വാക്ക് അവിടെ നമുക്ക് അങ്ങ് എടുത്തു പറയാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം ഉണ്ട്. കാരണം അത് കഴിഞ്ഞ കുറേ നാളുകളായി മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം മനസ്സിലാക്കിയാൽ BJPക്ക് വളരെയധികം സാധ്യതയുള്ള വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കുന്ന ഇത്തവണ ഒരുപക്ഷേ BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് നേമം. ഇപ്പോൾ ശ്യാമിലി വിശദീകരിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 22 വാർഡുകളിൽ 17 വാർഡുകൾ അത് BJPക്ക് ഒപ്പമാണ്. ഈ കണക്കുകൾ പ്രകാരം തന്നെ ഏകദേശം 6000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ നേമം മണ്ഡലത്തിൽ ഈ തദ്ദേശ കണക്ക് പ്രകാരം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സാധ്യത അവർക്കുണ്ട്. തിരികെ ഇപ്പോൾ ഈ പറയുന്ന കണക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ വി ശിവൻകുട്ടിയുടെ സാധ്യതയും അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കാരണം ഈ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011 രൂപീകരിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ മുഴുവൻ വി ശിവൻകുട്ടി തന്നെയാണ് അവിടുത്തെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. തുടർച്ചയായി 4ാം തവണ അദ്ദേഹം വരുന്നു. ഇതിൽ ഒരു തവണ 2016 അദ്ദേഹത്തിന് പരാജയം O രാജഗോപാലിനോട് സംഭവിക്കുകയും 2021 അദ്ദേഹം വീണ്ടും ജയിക്കുകയും ചെയ്യുന്നു. അവിടെ 33,949 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഈ രണ്ട് മുന്നണികളുമാണ് കണക്കുകളുടെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്കും LDF-നും ഒരുപോലെ നമുക്ക് സാധ്യത കാണാൻ കഴിയുന്ന മണ്ഡലത്തിൽ. അതേസമയം ആര് ജയിക്കും, ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം എങ്ങോട്ട് പോകും എന്നുള്ളത് നിർണ്ണയിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ ഒരു വോട്ട് ശേഖരണവും അവരുടെ ഒരു പെർഫോമൻസും ആയിരിക്കും.